Welcome back to our online classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്താനുള്ള അഞ്ചാമത്തെ മെത്തേഡാണ്, അല്ലെങ്കിൽ കേസ് 5. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ക്വാർട്ടർലി. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ക്വാർട്ടർലി അതായത് ഫിക്സഡ് എമൗണ്ട്, അതായത് ഒരു ക്വാർട്ടറിൽ ഫിക്സഡ് എമൗണ്ട് ആയിട്ട് ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ്. ഒരു ക്വാർട്ടർ വെച്ചിട്ട്, അതായത് നിങ്ങൾക്കറിയാലോ ഒരു ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ക്വാർട്ടറായിട്ട് ഒരു വർഷത്തിൽ എത്ര തവണയാണോ വിഡ്രോ ചെയ്യുന്നത്, ഓരോ ക്വാർട്ടർ വെച്ചിട്ട് എത്ര തവണയാണോ വിഡ്രോ ചെയ്യുന്നത് അത്രയും തവണ വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് പറയുന്നുണ്ട്, ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അതായത് എല്ലാ ക്വാർട്ടറിലും ബിഗിനിങ്ങിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്തുക. അതേപോലെ തന്നെ ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. ഓരോ ക്വാർട്ടറിൻ്റെയും മിഡിലാണെങ്കിൽ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്തുക. അതേപോലെ തന്നെ ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അതായത് എല്ലാ ക്വാർട്ടറിൻ്റെയും എൻഡിൽ വെച്ചിട്ടാണ് ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്തുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ, അതായത് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 7.5 months. അതായത് നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ എത്ര മന്ത്സിനാണ് നമ്മൾ കാണുക, റേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ആ റേറ്റ് തന്നെ. പക്ഷേ നമ്മൾ എങ്ങനെയാണ് കാണുക, 7.5 വെച്ചിട്ടാണ് കാണുക. അതായത് 7.5 monthsനുള്ളതാണ് കാണുക. അതേപോലെ തന്നെ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ നമ്മൾ കാണുക എങ്ങനെയാണ് 6/12. 6/12 അതായത് 6 monthsനുള്ളതാണ് നമ്മൾ കാണുക. 6 monthsനുള്ളതാണ് നമ്മൾ കാണുക. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നമ്മൾ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 7.5 monthsനുള്ളതാണ് കാണുക. 6 monthsനാണ് എങ്ങനെയാണെങ്കിൽ കാണുക, മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ കാണുക. എന്നാൽ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 4.5 monthsനുള്ളതാണ് കാണാം. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്താനുള്ള 4th മെത്തേഡിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്, അതേപോലെ തന്നെ മിഡിൽ ഓഫ് എവറി മന്ത് ആൻഡ് ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് അല്ലേ. എല്ലാ മാസവും ഫസ്റ്റ് ഡേ, അതേപോലെ തന്നെ മിഡിൽ, അതേപോലെ തന്നെ ലാസ്റ്റ് ഡേ. അതിൽ നമ്മൾ പഠിച്ചു ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് +1 ഡിവൈഡഡ് ബൈ 2, ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് മൈനസ് ഡിവൈഡഡ് ബൈ 12. പിന്നെ നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് ഡിവൈഡഡ് ബൈ 12 അല്ലേ. +1 ഇല്ല -1 ഇല്ല മിഡിലാണെങ്കിൽ. അങ്ങനെ നമ്മൾ 3 കേസ് പഠിച്ചതാണ്. ഇത് ക്വാർട്ടർലി ആണ് വിഡ്രോ ചെയ്യണത്. ക്വാർട്ടർലി ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആൻഡ് മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആൻഡ് ലാസ്റ്റ് ഓഫ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 7.5 monthsനുള്ളതാണ് കാണുക. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 6 monthsനുള്ളതാണ് കാണുക. എന്നാൽ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 4.5 monthsനുള്ളതാണ് കാണുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഒന്ന് നോക്കണം. ഇക്വേഷൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇഫ് ദ എമൗണ്ട്, അഞ്ചാമത്തെ കേസാണ് കേസ് 5. ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോൺ ക്വാർട്ടർലി. ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോൺ ക്വാർട്ടർലി. അണ്ടർലൈൻ ചെയ്യാം. അതിൽ ഫസ്റ്റ് കേസ് എഴുതുക. ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ, ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അപ്പോൾ നമ്മൾ എത്ര പീരീഡിൻ്റെ മുകളിലാണ് കാണുക, അതായത് അക്കൗണ്ടിങ് ഇയർ for a period of 7.5 months. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കണം. രാജൻ എ പാർട്ട്ണർ. ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാജൻ എ പാർട്ട്ണർ in a firm withdraws rupees
15,000 at the beginning of each quarter. At the beginning of each quarter, interest on drawings charged at 8% per annum. Calculate the interest on drawings. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രാജനാണ് ഒരു പാർട്ട്ണർ. അയാൾ ബിസിനസ് ഫേമിൽ പാർട്ട്ണറാണ്. അയാൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത് 8% ആണ്. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാജൻ എന്ത് ചെയ്യാണ്? ഓരോ ക്വാർട്ടറിലും എന്ത് ചെയ്യാണ്? 15,000 റുപ്പീസ് വെച്ചിട്ട് വിഡ്രോ ചെയ്യാണ്. നമുക്കറിയാം ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 months ആണ്. ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 months ആണ്. അപ്പോൾ എത്ര ക്വാർട്ടർ ഉണ്ടാവും? ഒരു ഇയറിൽ എത്ര ക്വാർട്ടർ ഉണ്ടാവും? നമുക്കറിയാം 3 months വെച്ചിട്ടാണ് ഓരോ ക്വാർട്ടറിനെ നമ്മൾ പറയുന്നത്. ആദ്യത്തെ 3 മാസം ഒരു ക്വാർട്ടർ, പിന്നത്തെ 3 മാസം, പിന്നത്തെ 3 മാസം, പിന്നത്തെ 3 മാസം. അതായത് 6 + 6 is equal to 12 അല്ലേ? 12 months ആണ് ടോട്ടൽ ഉണ്ടാവുക. ഓരോ ക്വാർട്ടറിനെ നമ്മൾ എങ്ങനെയാണ് തരംതിരിക്കുന്നത്? 3 months വെച്ചിട്ടാണ്. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടാവും? 4 ക്വാർട്ടർ ഉണ്ടാവും. അതായത് എത്ര ക്വാർട്ടർ ഉണ്ടാവും? 4 ക്വാർട്ടർ ഉണ്ടാവും. അപ്പോൾ ഒരു ക്വാർട്ടറിൽ അയാൾ 15,000 രൂപ പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ 4 ക്വാർട്ടർ വെച്ചിട്ട് അയാൾ എത്ര രൂപ പിൻവലിച്ചിട്ടുണ്ടാവും? 15,000 × 4. എങ്ങനെയാണ് ഈ 15,000 × 4 എനിക്ക് കിട്ടിയത്? ഒരു ക്വാർട്ടറിൽ രാജൻ 15,000 രൂപ പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ 4 ക്വാർട്ടറാണുള്ളത്. 3 months വെച്ചിട്ടാണ് നമ്മൾ ഓരോ ക്വാർട്ടറിനെ കണക്കാക്കുന്നത്. അപ്പോൾ 4 ക്വാർട്ടറാണ് ഒരു വർഷത്തിലുള്ളത്. അപ്പോൾ 15,000 × 4 എത്രയാണോ കിട്ടുക? കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കുക. 60,000 ആണ് കിട്ടുക. അപ്പോൾ അയാൾ ആ വർഷത്തിൽ ടോട്ടൽ എത്ര എമൗണ്ട് പിൻവലിച്ചു? 60,000 റുപ്പീസ് പിൻവലിച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ ടോട്ടൽ ഡ്രോയിങ്സ് നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതി വെക്കുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു എത്രയാണ്? 7.5 months അല്ലേ? 7.5 7.5 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 7.5 7.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു എത്ര പെർസെൻറ്റേജാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 8% ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ 7.5 എനിക്ക് എവിടുന്ന് കിട്ടി? നമ്മളോട് ഒരു അതായത് ഫസ്റ്റ് ഡേ ഓഫ് എവറി ക്വാർട്ടർ ആണെങ്കിൽ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ക്വാർട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ക്വാർട്ടർ ആണെങ്കിൽ നമ്മൾ ഏത് വെച്ചിട്ടാണ് കാണുക? 7.5 വെച്ചിട്ടാണ് നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ ഈ പീരീഡിൽ വെച്ചിട്ട് ഇത്രയും പീരീഡ്സിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നൽകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മുൻകൂട്ടി പഠിച്ചു വെച്ചത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് ഇവിടെ എത്രയാണ്? 60,000 ഇൻറ്റു 7.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 100. ഓക്കെ. അപ്പോൾ ഈ 60,000 എവിടുന്ന് കിട്ടി? എനിക്ക് 60,000 കിട്ടിയത് 15,000 രൂപ വെച്ചിട്ട് അയാൾ ഈച്ച് ക്വാർട്ടർ, ഓരോ ക്വാർട്ടറിലും നമ്മുടെ രാജൻ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ 15,000 × 4 എത്രയാണ്? 60,000. ഓക്കെ. അപ്പോൾ 60,000 ഇൻറ്റു 7.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 100. എങ്ങനെയാണ് ഈ 7.5 കിട്ടിയത്? 7.5 ആണ് നമ്മൾ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടറിൽ പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പീരീഡിനുള്ളത് കാണാം? അല്ലെങ്കിൽ എത്ര മാസത്തേക്കുള്ളത് കാണണം? 7.5 മാസത്തേക്കുള്ളതാണ് കാണേണ്ടത്. അതായത് 7.5 മന്ത്സിലേക്കുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നൽകേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ രാജനായിരുന്നു പാർട്ട്ണർ. അയാൾ വിഡ്രോ ചെയ്യുന്നത് 15,000 രൂപയാണ് അറ്റ് ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. എല്ലാ ക്വാർട്ടറിൻ്റെയും ആദ്യത്തിൽ അയാൾ 15,000 രൂപ വെച്ച് പിൻവലിക്കുന്നുണ്ട്. 8% ആണ് നമ്മളോട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നൽകാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ് 15,000 × 4. ഈ 15,000 × 4 എങ്ങനെ വന്നു? അതായത് ഒരു വർഷത്തിൽ 12 മാസമാണ് വരിക. ആ 12 മാസത്തിന് ഈച്ച് ക്വാർട്ടർ ഓരോ ക്വാർട്ടറാക്കി നമ്മൾ തരംതിരിച്ചു. 3 months വെച്ചിട്ടാണ് ഓരോ ക്വാർട്ടറാക്കിയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ 15,000 × 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 60,000. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 7.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 60,000 ഇൻറ്റു 7.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 100. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് മെത്തേഡ്, ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ.
if the amount is withdrawn at the middle of each quarter. അതായത് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാണ്. എങ്ങനെ? മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. അപ്പോൾ നമ്മളിവിടെ ക്വാർട്ടറിൻ്റെ മിഡിലിൽ വെച്ചിട്ടാണ് ഈ ആരായാലും, ഇപ്പോൾ രാജനായാലും വേറെ ഏത് പാർട്ട്ണറായാലും വിഡ്രോ ചെയ്യുക. ഇപ്പോൾ 6 months ആണ് നമ്മളോട് പീരീഡ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 60,000 into 6 divided by 12 into 8 divided by 100. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ടോട്ടൽ ഡ്രോയിങ്സ് 60,000 ആണ്. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ വെച്ചിട്ട് അയാൾ 15,000 രൂപ തന്നെ പിൻവലിക്കുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. പിന്നെ നമ്മളോട് എത്ര പീരീഡിനല്ലേ കൊടുക്കാൻ പാടുള്ളൂ? അപ്പോൾ 6 divided by 12 പീരീഡിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 12 മാസത്തിൽ 6 മാസത്തേക്ക് കൊടുത്താൽ മതി മിഡിലാണ് വിഡ്രോ ചെയ്യണതെങ്കിൽ. അതേപോലെ തന്നെ പിന്നെ 8 divided by 100 അത് പെർസെൻറ്റേജ് ആണ്. 8 divided by 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ആണ്. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഒന്ന് നോക്കുക, 2400 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നൽകേണ്ടി വരിക. ഇനി മൂന്നാമത്തെ കേസ് ഒന്ന് നോക്കുക. ഇഫ് the amount withdraw at the end of each quarter, അതായത് എല്ലാ ക്വാർട്ടറിൻ്റെയും എൻഡിലാണ് അയാൾ ക്യാഷ് പിൻവലിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് കാണേണ്ടത്? 4.5 monthsലേക്കുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു എത്ര മാസത്തേക്കുള്ളതാണ് കാണുക? 4.5 അല്ലെങ്കിൽ 4.5 അല്ലേ? 4.5 or 4.5 divided by 12 into 8 divided by 100 അല്ലേ? 8 divided by 100 ഇങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് ഈ സെയിം ക്വസ്റ്റ്യൻ ആണ്. 15,000 വെച്ചിട്ട് രാജൻ പിൻവലിക്കുകയാണ്. അപ്പോൾ 60,000 ആണ് വരിക. 4.5 divided by 12 into 8 divided by 100. 8 എങ്ങനെ വന്നത്? 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്ന റേറ്റ് ആണ്. അയാൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. നമ്മളോട് എത്ര പെർസെൻറ്റേജ് ആണ് നൽകാൻ പറഞ്ഞിട്ടുള്ളത്? 8% നൽകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക, 1800 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരിക. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ ഒന്നുകൂടി നോക്കാം. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ക്വാർട്ടർലി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അതായത് ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അതായത് ഓരോ ക്വാർട്ടറിലും ബിഗിനിങ്ങിൽ ആ ഒരു എമൗണ്ട്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ബേസിലാണ് നമ്മൾ കാണുക? ആ അക്കൗണ്ടിങ് പീരീഡ്, അതായത് 7.5 monthsലേക്കുള്ള ഇൻട്രസ്റ്റ് നൽകിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ രാജനാണ് ഒരു പാർട്ട്ണർ. രാജൻ ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം വിഡ്രോ 15,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. 15,000 വെച്ചിട്ട് അയാൾ ബിഗിനിങ്ങിൽ എല്ലാ ക്വാർട്ടറിലും പിൻവലിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിന് എത്ര ക്വാർട്ടറാക്കി തരംതിരിച്ചു? 4 ക്വാർട്ടറാക്കി തരംതിരിച്ചു. 4 ക്വാർട്ടറാക്കി തരംതിരിക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 4 ക്വാർട്ടറാക്കി തരംതിരിക്കുമ്പോൾ 3 months വെച്ചിട്ട് 4 quarter. അപ്പോൾ 15,000-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 60,000 വന്നു. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അത് വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്തുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 7.5 divided by 12 into 8 divided by 100. ഓക്കെ, ടോട്ടൽ ഡ്രോയിങ്സ് നമുക്ക് 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. 15,000 into 4 അടിച്ചു കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 60,000 രൂപ കിട്ടിയത്. ഇൻറ്റു 7.5 divided by 12 into 8 divided by 100 ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് എമൗണ്ട് വരിക? നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. 3,000 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുക. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇഫ് ദ എമൗണ്ട് വിഡ്രോ അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. അതായത് മിഡിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? 6 monthsലേക്കുള്ളത് കണ്ടാൽ മതി. സെയിം ക്വസ്റ്റ്യൻ 6 months വെച്ച് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇഫ് ദ എമൗണ്ട് വിഡ്രോ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. എൻഡിലാണ് വിഡ്രോ ചെയ്തതെങ്കിൽ 4.5 monthsനുള്ളത് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 60,000 തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ 3 മെത്തേഡിലും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, മോഹൻ ഈസ് എ പാർട്ട്ണർ.
Mohan is a partner. Withdraws at the beginning of each quarter rupees 25,000. Okay. Interest on drawings charged at 7% per annum. Calculate interest on drawings. അതായത് മോഹനാണ് പാർട്ട്ണർ. അയാൾ ബിഗിനിങ്ങിൽ 25,000 റുപ്പീസ് പിൻവലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എല്ലാ ക്വാർട്ടറിലും ബിഗിനിങ്ങിൽ. അപ്പോൾ നിങ്ങൾ ബിഗിനിങ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ മിഡിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക സെയിം ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ എൻഡ് വെച്ചിട്ടും ലാസ്റ്റ് വെച്ചിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അതായത് 7.5 വെച്ചിട്ടും ചെയ്ത് നോക്കുക, 6 വെച്ചിട്ടും ചെയ്ത് നോക്കുക, 4.5 വെച്ചിട്ടും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോട് ചോദിക്കാൻ മറക്കരുത്. ഓക്കെ.